ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മലരി പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ഇംഗ്ലീഷ് പോയം എടുത്തിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മഹേഷ് ഒരു പൊതി കവറും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. മോളെ പഠിക്കുകയാണോ? പഠിച്ചോ 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 ശരിക്ക് പഠിച്ചോ. അതെ മോളെ, അമ്മ എവിടെ? അമ്മ കോളേജിൽ പോയിരിക്കുക. ഓ, കോളേജിൽ നിന്ന് അമ്മ ഇതുവരെ വന്നില്ലേ? ഇതുവരെ വന്നില്ല. അമ്മയും പഠിക്കുന്നു, മോളും പഠിക്കുന്നു. കൊള്ളാം, എല്ലാം നല്ലതിന്. എന്താ മോള് പഠിക്കുന്നേ? റൈംസ് പഠിക്കുക. റൈംസാ? ആ, പഠിക്ക്. ഉറക്കെ വായിച്ച് പഠിക്കുക കേട്ടോ. മോള് നന്നായി പഠിക്കുന്നുണ്ട് കേട്ടോ. മോൾക്ക് വേണ്ടി അച്ഛൻ പാൽ ബിസ്ക്കറ്റ് ഒരുപാട് സാധനം കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ചിപ്സ് കഴിക്കുന്നോ മോള്? മോളെ, എന്താ ആലോചിക്കുന്നേ? ഇത് മോൾക്ക് വേണ്ടിയാ. എടുത്ത് കഴിക്ക് മോളെ. ഇത് കഴിക്ക്. എന്താ മോളെ ആലോചിക്കുന്നേ? ഇത് കഴിക്ക്. ആ, അവൾ വാങ്ങിച്ച്. അപ്പം പറയാണ്, ആ കഴിച്ചോ. മോളെ, ഞാനൊരു കാര്യം പറയാം, അത് കേൾക്കാമോ? അപ്പം മലർ പറയാണ്, എന്താ? മോളെ, എന്നെ അച്ഛാന്ന് വിളിക്കോ? വിളിക്ക് മോളെ, എന്നെ അച്ഛാന്ന് വിളിക്ക്. മോൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് കഴിക്കുന്നോ? ഈ ചോക്ലേറ്റ് കഴിക്കും മോള്. അച്ഛാ എന്ന് ഒരു വട്ടം വിളിക്കും മോളെ. എന്നിട്ട് വീണ്ടും ചോക്ലേറ്റ്സ് എടുത്തു കൊടുക്കുകയാണ്. ഇത് കഴിക്കും മോളെ, മോൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സാണിത് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് വീണ്ടും പറയാണ്, മോളുടെ അമ്മ എന്നെ അച്ഛാന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്ദ്രിക കയറി വരുന്നത്. അവൾ പറയുന്നതൊന്നും കേൾക്കണ്ട മോളെ. മലർ, നീ മരിക്കാൻ പോയപ്പോൾ നിന്നെ രക്ഷിച്ചത് ഞാനാ. ആ ചന്ദ്രികയും സിദ്ധാർത്ഥും വന്നല്ല മോളെ രക്ഷിച്ചത്. മോൾക്ക് മനസ്സിലായോ മോളെ എന്ന് പറഞ്ഞാൽ അവൻ വീണ്ടും ഓരോന്ന് പറയാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോഴേക്കാണ് അവിടെ ചന്ദ്രിക വന്നിട്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അവൻ വീണ്ടും പറയാം, മോളെ, അച്ഛനുള്ളത് കൊണ്ടാണ് മോളിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അവരെന്ത് പറയുന്നത് മോൾ കേൾക്കണ്ട കേട്ടാ. അച്ഛൻ പറയുന്നത് മാത്രം മോൾ കേട്ടാൽ മതി. ഇനി മുതൽ മോൾ എന്നെ അച്ഛ എന്ന് വിളിക്കണം. അപ്പോഴാണ് ചന്ദ്രികയുടെ വിളി, മലർ. അവൾ ആ പൊതി ചുറ്റി എറിയാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് അവൾക്ക് സ്മെല്ലുണ്ടായത്. എന്നിട്ട് ചോദിക്കുകയാണ്, കുടിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? അതെ, അതിന് നിനക്കെന്താ? നിങ്ങൾക്ക് അല്പമെങ്കിലും വിവരമുണ്ടോ? കുടിച്ചിട്ട് വന്നിട്ട് കുട്ടിയോട് സംസാരിക്കുന്നു. ആദ്യം പുറത്തേക്ക് പോ. ഏയ്, അത് താഴെ ഇടാനല്ലേ പറഞ്ഞേ? അവൾ എല്ലാം പൊതികളെല്ലാം കവറിലാക്കിയിട്ട് വലിച്ചെറിഞ്ഞു മുറ്റത്തേക്ക്. അപ്പോൾ മഹേഷ് എണീച്ചിട്ട് പറയാണ്, ഏയ് ചന്ദ്രികയെ കളയരുത്. ചന്ദ്രികയെ, എന്തിനാ എന്നെയും എൻ്റെ കുഞ്ഞിനെയും എപ്പോഴും ഇങ്ങനെ വന്നിട്ട് ടോർച്ചർ ചെയ്യുന്നത്? നിങ്ങൾ വാങ്ങിക്കൊടുത്തതൊക്കെ പുറത്തേക്ക് എറിഞ്ഞിട്ടുണ്ട്, പെറുക്കി എടുത്തുകൊണ്ട് പോയിക്കോ. അപ്പം മഹേഷ് പറയാം, ഏയ് നീ ഒരുപാട് അധികമാവുന്നുണ്ട്. ആരാ അധികമാവുന്നത്? നിങ്ങളാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാനില്ലാത്ത നേരം നോക്കി ഈ വീട്ടിനുള്ളിൽ കയറിയതാ തെറ്റ്. അതും പോരാഞ്ഞ് ഇങ്ങനെ കുടിച്ചിട്ട് വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് അച്ഛാന്ന് വിളിപ്പിക്കുന്നോ? അതിനുള്ള എന്തെങ്കിലും അർഹത നിങ്ങൾക്കുണ്ടോ? പുറത്തു പോ. ആഹാ, പോകാൻ പറ്റില്ല. നീ ഇപ്പം എന്ത് ചെയ്യും? എന്തേ വാടി പൊടി എടി എന്നൊക്കെ അധികാരത്തോടെ വിളിക്കുന്നോ? നിനക്കെന്നെ എടാ പോടാ എന്നൊക്കെ വിളിക്കാം. ഞാനങ്ങനെ വിളിച്ചാൽ മാത്രം കുഴപ്പം. ഞാനിനി അങ്ങനെയേ വിളിക്കൂ. അപ്പോൾ ചന്ദ്രിക പറയാണ്, മലർ വാ, നമുക്ക് അപ്പൂപ്പൻ്റെ വീട്ടിൽ പോവാം. വാ ഇങ്ങോട്ട്. അപ്പോഴാണ് അവൻ പറയുന്നത്, ഏയ് എന്താ ആടി മൊത്തത്തിലൊരു മാറ്റമൊക്കെ? നിൻ്റെ സാരി ഉടുക്കലും തലയിലൊരു മുല്ലപ്പൂവും. നീ കോളേജിൽ തന്നെയാണോ പോകുന്നത്? അതോ മര്യാദയ്ക്ക് സംസാരിക്കടോ. നിൻ്റെ നാക്ക് പിഴുത് ഞാൻ പുറത്തിടും. ആഹാ, വാ മോളെ എന്ന് പറഞ്ഞ് മലറിനെയും കൈപിടിച്ച് അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് പോവുക. പിന്നെ കാണിക്കുന്നത് സിദ്ധുവിൻ്റെ അമ്മയെയാണ്. അവർ വീൽ ചെയറും ഉരുട്ടിക്കൊണ്ട് വന്ന് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. എന്നിട്ട് ചിന്തിക്കുകയാണ്, സിദ്ധുവാണ് ചന്ദ്രികയെ സ്നേഹിക്കുന്നത്, ചന്ദ്രിക സിദ്ധുവിനെ സ്നേഹിക്കുന്നില്ല. പക്ഷേ ചന്ദ്രിക മഹേഷിനൊപ്പം ഒരുമിച്ച് ജീവിക്കില്ല എന്ന് പറയുന്നതിലാണ് എനിക്ക് സംശയം തോന്നുന്നത്. ഒരുപക്ഷെ ചന്ദ്രികയും മനസ്സിൽ സിദ്ധുവിനെ സ്നേഹിക്കുന്നുണ്ടാവോ? അപ്പോഴാണ് അവിടേക്ക് മുത്തശ്ശി വന്നത്. എന്നിട്ട് പറയാണ്, ജാനകി, ആ എന്തോ കാര്യമായിട്ട് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അതേ ചെറിയമ്മേ, സിദ്ധാർത്ഥിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവന് സമയത്ത് വിവാഹം നടത്താമെന്ന് വിചാരിച്ചു, പക്ഷേ ആ വിവാഹം നടക്കാതെ പോയി. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ സംശയത്തിലാണ്.
ആ, ജാനകി, ഞാനും ഈ കാര്യത്തെക്കുറിച്ച് നിന്നോട് സംസാരിക്കാനിരിക്കുകയായിരുന്നു. സിദ്ധുവിൻ്റെയും മേഘയുടെയും വിവാഹം മുടങ്ങിപ്പോയി. ഇനിയും സിദ്ധുവിന് എങ്ങനെയുള്ള പെൺകുട്ടിയെ ആലോചിക്കുന്നത്? അതാ ചെറിയമ്മേ എനിക്കും അറിയാത്തത്. സിദ്ധുവിന് എങ്ങനെയുള്ള പെൺകുട്ടിയാണ് ഇഷ്ടപ്പെടുക, എപ്പോഴാണ് വിവാഹം കഴിക്കുക എന്നുള്ള ഒന്നും തന്നെ എനിക്കറിയില്ല. അപ്പം മുത്തശ്ശി പറയാണ്, സിദ്ധുവിൻ്റെ വിവാഹം നടക്കുന്നതിലല്ല പ്രധാനം, സിദ്ധു വിവാഹം കഴിച്ചു വരുന്നവൾ എങ്ങനെയുള്ളവൾ ആയിരിക്കണം എന്നാണ് പ്രധാനം. സിദ്ധു വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നവൾ വീട്ടിൽ തന്നെ നിന്ന് നിന്നെ അനുസരിക്കുന്നവളായി, മുതിർന്നവരെ ബഹുമാനിക്കുന്നവളായി കഴിയണം. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. സിദ്ധുവിനെ വിവാഹം കഴിച്ചതിന് ശേഷം നിന്നിൽ നിന്നും അകന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് സിദ്ധുവിനെ അടർത്തി അവർ മാറ്റിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നിനക്കും അവനും വഴക്കിടാനുള്ള എന്തെങ്കിലും കാരണം ഉണ്ടാക്കും. അതുമല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും അവൾ. അതുകൊണ്ട് പുതിയൊരു പെൺകുട്ടിയെ സിദ്ധുവിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനേക്കാളും കുട്ടിക്കാലം മുതൽക്ക് ഒരുമിച്ച് കളിച്ച് വളർന്ന മേഘയെ അവന് വിവാഹം കഴിച്ചു കൊടുത്താൽ നമുക്കും സമാധാനം കിട്ടും, സിദ്ധുവിനും സമാധാനമാവും. കുടുംബം വേർപിരിയേയില്ല. ജാനകി, ഇത് ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, നിന്റെ ഭർത്താവും മഹീന്ദ്രൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടി ശമ്പളം വാങ്ങിക്കുന്നേ. നീയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ നാളെ സിദ്ധാർത്ഥിനെ വിവാഹം കഴിക്കുന്നവൾ നിന്നിൽ നിന്നും അവനെ അടർത്തിക്കൊണ്ടുപോയാൽ നിങ്ങൾ രണ്ടുപേരുടെയും അവസ്ഥ വളരെ കഷ്ടത്തിലാവും. അവർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ജാനകി. അപ്പോൾ പിന്നെയും പറയാണ് മുത്തശ്ശി, അതുകൊണ്ട് മേഘയെ വിവാഹം കഴിച്ചാൽ അവളുടെ സ്വത്തെല്ലാം സിദ്ധാർത്ഥിന് കിട്ടും. നിങ്ങൾക്കും അവകാശത്തോടെ ഈ വീട്ടിൽ കഴിയാം. ഒരുപക്ഷെ നാളെ മഹേന്ദ്രനും ലക്ഷ്മിയും മേഘയ്ക്ക് വേറൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് വിവാഹം കഴിച്ചാൽ ആ പയ്യൻ നിങ്ങളെയൊക്കെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാനേ ശ്രമിക്കൂ. മഹീന്ദ്രൻ്റെ സ്വത്തുക്കൾ മുഴുവൻ അവൻ്റെ കൺട്രോളിൽ കൊണ്ടുവരണം എന്ന് ചിന്തിക്കും. സിദ്ധുവിനെയും നിന്നെയും ഈ കുടുംബത്തിൽ നിന്നും പുറത്താക്കാനും ശ്രമിക്കും. അതുകൊണ്ടാ പറയുന്നത്. മേഘ ചെറിയ കുട്ടിയല്ലേ, പഠിക്കുമ്പോൾ ആരോ കാരണം പറ്റിക്കപ്പെട്ടു. അക്കാരണത്താൽ അവളെ വേണ്ടെന്ന് വെക്കാതെ സിദ്ധുവിനോട് മേഘയെ വിവാഹം കഴിക്കാൻ പറയും. സിദ്ധു മേഘയെ വിവാഹം കഴിച്ചാലേ നിങ്ങളുടെ ജീവിതവും നന്നാവുള്ളൂ. അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾക്ക് കാലാകാലം ഈ വീട്ടിൽ തന്നെ കഴിയണമെങ്കിൽ മേഘയെ ഉപേക്ഷിക്കാതെ അവളെ തന്നെ സിദ്ധുവിന് വിവാഹം കഴിച്ചു കൊടുക്ക്. ഒരുപക്ഷെ നിങ്ങളെ വേറെ ആരെയെങ്കിലും വിവാഹം കഴിച്ചാൽ മേഘയെ കഴിക്കുന്നയാൾ നിങ്ങളെയൊക്കെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനേ ശ്രമിക്കൂ. ഞാൻ പറയുന്നത് നന്നായിട്ടൊന്ന് ചിന്തിച്ച് നോക്ക്. ഏതോ ഒരുത്തൻ മേഘയെ വിവാഹം കഴിച്ച് ഇവിടെ വന്ന് നിങ്ങളെ എല്ലാവരെയും പുറത്താക്കണോ, അതോ നിങ്ങൾ മേഘയെ സിദ്ധുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് ഈ സ്വത്തുക്കളെല്ലാം അനുഭവിക്കണോ എന്ന് ആലോചിച്ച് ഒരു തീരുമാനം. പിന്നെ മുത്തശ്ശി പോയി കഴിഞ്ഞപ്പോൾ അവർ ചിന്തിക്കുകയാണ്, ചെറിയമ്മ പറഞ്ഞതും ശരിയാ, മേഘയെ ആരാണോ വിവാഹം കഴിക്കാൻ പോകുന്നത് അയാൾക്കായിരിക്കും മുഴുവൻ സ്വത്തുക്കളും. അങ്ങനെ വരുന്ന ഒരാൾ ഒരിക്കലും ഞങ്ങളെ ഈ വീട്ടിൽ നിർത്താൻ ആഗ്രഹിക്കില്ല. സിദ്ധു മേഘയെ വിവാഹം കഴിച്ചാലേ അവസാനം വരെ എനിക്ക് ഈ വീട്ടിൽ സ്വസ്ഥമായി കഴിയാൻ പറ്റൂ. എന്നെ കാണിക്കുന്നത് ഡോക്ടറിനെയാണ്. ഡോക്ടറെ അടുത്ത് സിസ്റ്റർ വന്ന് പറയാണ്, ഡോക്ടറിനെ കാണാൻ മഹേന്ദ്രൻ സാർ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്നെ കാണാനോ? ശരി, അകത്തേക്ക് വരാൻ പറയൂ. ശരി ഡോക്ടർ. സാർ, ഡോക്ടർ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. വാ മഹേന്ദ്ര, ഇരിക്ക്. അല്ല, എപ്പോഴും ഫോൺ ചെയ്തിട്ടാണല്ലോ വരാറ്, ഇന്നെന്താ ഒരു ഇൻഫർമേഷനും ഇല്ലാതെ? ആർ യു ഓൾ റൈറ്റ്? മഹേന്ദ്രൻ സാർ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടർ വീണ്ടും ചോദിക്കുകയാണ്, എന്താ മഹേന്ദ്ര, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ മിണ്ടാതിരിക്കുന്നത് കാണുമ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്. ഇതേ നോക്ക്, ഇവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് പുറത്ത് പോയി സംസാരിക്കാം. വേണ്ട, ഇവിടെ വെച്ച് തന്നെ സംസാരിക്കാം. അപ്പോൾ ഡോക്ടർ പറയാണ്, കഴിക്കാൻ എന്തെങ്കിലും വേണോ? ഏയ് വേണ്ട. ഇതേ നോക്ക്, എല്ലാവരെയും ധൈര്യപ്പെടുത്തുന്നവനാ നീ ഇങ്ങനെ തളർന്നു പോയാൽ എങ്ങനെയാ? മഹേന്ദ്ര, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറയ്, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാം. ഈ പ്രശ്നം ആർക്കും സോൾവ് ചെയ്യാൻ പറ്റില്ലടാ. നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇത്രയും കാലം ഞങ്ങളുടെ മകളെ തിരിച്ചു കിട്ടുമെന്നുള്ള ഉറപ്പായ വിശ്വാസത്തിലായിരുന്നു ഞങ്ങൾ.
പക്ഷേ ഇനി ഒരിക്കലും ഞങ്ങളുടെ മകൾ ഞങ്ങളെ അന്വേഷിച്ച് വരില്ലെന്ന് മനസ്സിലായടാ. എന്താ മഹേന്ദ്ര ഈ പറയുന്നേ? അതേടാ, എൻ്റെ മകൾ മരിച്ചുപോയടാ. മഹേന്ദ്ര, സത്യമാണോടാ ഇത്? നിന്റെ മകൾ മരിച്ചുപോയെന്നോ? ആ. അല്ല, ഇതാരാ നിന്നോട് പറഞ്ഞത്? എങ്ങനെയാ നീ ഇതറിഞ്ഞത്? എൻ്റെ മകളെ മുരളീധരൻ എന്നൊരാളാണ് വളർത്തിയത്. അദ്ദേഹത്തിൻ്റെ അനുജൻ തുളസീധരനാണ് എന്നോട് ഇക്കാര്യം പറഞ്ഞത്. മഹേന്ദ്ര, നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ലടാ. എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല, പക്ഷേ അതാണ് സത്യം. ഇതാണ് മരിച്ചുപോയ എൻ്റെ മകളുടെ ഫോട്ടോ. എന്നിട്ട് മഹേന്ദ്രൻ സാറ് ആ ന്യൂസ് പേപ്പർ അവർക്ക് കൊടുത്തിട്ട് പറയാണ്, ഇതാ ഈ ആക്സിഡൻ്റാണ് എൻ്റെ മകളും അവളുടെ ചെറുമകളും അവളുടെ ഭർത്താവും മരിച്ചുപോയത്. സോറിയടാ, ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നെനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എക്സ്ട്രീംലി സോറി. എനിക്ക് എൻ്റെ മകളെ എങ്ങനെയെങ്കിലും കാണാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു ഞാൻ. പക്ഷേ അവസാനം വരെ എനിക്ക് എൻ്റെ മകളുടെ മുഖം കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല. ഇനി എന്തിനാ ജീവിക്കുന്നത് എന്ന് തോന്നുവാടാ. ഏയ് എന്താടാ, എന്താ നീ പറയുന്നത്? പിന്നെ ജീവിക്കുന്നതിനൊരു അർത്ഥം വേണ്ടേടാ. ആ അർത്ഥമാ എൻ്റെ മകളെ കണ്ടത്. ഇപ്പോൾ അവൾ തന്നെ ഇല്ലാതെ ഞാൻ ജീവിച്ചിട്ട് എന്താടാ കാര്യം? മഹേന്ദ്ര, ഈ ഇൻഫർമേഷൻ കറക്റ്റാണോ എന്ന് മായയെക്കൊണ്ട് വേറെന്നെ ഒന്ന് അന്വേഷിപ്പിക്ക്. ഞാനെല്ലാം കൺഫേം ചെയ്തടാ. എൻ്റെ മകളും അവളുടെ ഹസ്ബൻഡും അവളുടെ കുഞ്ഞും ഈ ആക്സിഡൻറ്റിൽ മരിച്ചുപോയടാ. അറ്റ്ലീസ്റ്റ് അവരിൽ ആരെങ്കിലും ഒരാൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്കിതൊന്ന് തുറന്നു പറയാമായിരുന്നു. ഇപ്പം ആരും തന്നെ ഇല്ലടാ. ഞാൻ ഈ കാര്യം എങ്ങനെയാടാ ലക്ഷ്മിയോട് പറയുക എന്ന് എനിക്കറിയില്ലടാ. അവൾക്ക് സത്യം മനസ്സിലായാൽ അവൾക്കത് സഹിക്കാൻ കഴിയില്ല. വേണ്ടടാ, തൽക്കാലം ഈ കാര്യം ലക്ഷ്മി അറിയണ്ട. കുറച്ച് ദിവസം കഴിയട്ടെ, സന്ദർഭം കിട്ടുമ്പോൾ പറയാം. ശരിയടാ. എടാ, ഞാൻ ഈ കാര്യം നിന്നോടല്ലാതെ മറ്റാരോടാ പറയുക? അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് മനസ്സിലാവും മഹേന്ദ്ര, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനി നീ അതിനെ തന്നെ ഓർത്ത് വിഷമിക്കാതിരിക്കെ. ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ മേഘയെ നിൻ്റെ മകളായി കരുതുക. ഇതേ നോക്ക്, നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് സങ്കടമാവുന്നു. ശരി, വാ, നമുക്ക് രണ്ടുപേർക്കും ഒന്ന് പുറത്തു പോകാം. വാടാ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൈകോർത്ത് പുറത്തേക്ക് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക മലറിനെ സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ പോവുകയാണ് സൈക്കിളിൽ. അപ്പോൾ മലർ ചോദിക്കുകയാണ്, എനിക്കിനി ഒരിക്കലും ഐസ്ക്രീമും ചോക്ലേറ്റ്സും ഒന്നും കഴിക്കാൻ പാടില്ലേ? കഴിച്ചാൽ എനിക്ക് എന്ത് പറ്റും അമ്മേ? മോളുടെ ഓപ്പറേഷൻ ഇപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞ് ഇതൊക്കെ കഴിക്കാം. എന്നാലേ വേഗം ആരോഗ്യമൊക്കെ വെക്കുള്ളൂ. അപ്പോൾ എനിക്ക് സുഖമായി കഴിഞ്ഞാൽ ഐസ്ക്രീമും ചോക്ലേറ്റ്സും ഒക്കെ കഴിക്കാമോ അമ്മേ? കഴിക്കാലോ, ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിക്കാം. പിന്നൊരു കാര്യം, നിനക്ക് ഞാൻ വാങ്ങി തന്നാലേ ഇതൊക്കെ കഴിക്കാൻ പാടുള്ളൂ. ആ മഹേഷ് വാങ്ങി തന്നു കഴിഞ്ഞാൽ ഇതൊന്നും കഴിക്കാൻ പാടില്ല. ശരി അമ്മേ, ഇനി ഞാൻ വാങ്ങില്ല. സ്കൂളിലെത്തിയിട്ട് മലറിനെ ഇറക്കി കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇനി ശരിക്കും നന്നായിട്ട് പഠിക്കണം കേട്ടോ മോള്. അപ്പോൾ പറയാണ്, അമ്മയും ശരിക്കും നന്നായിട്ട് പഠിക്കണം കേട്ടോ. ശരി മോൾ. ചന്ദ്രിക തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് കാണുകയാണ് അവരുടെ ആരതിയെപ്പോലെയുള്ള ഒരാളും വേറൊരാളും കൂടി എന്തൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ അവൾ ചിന്തിക്കുകയാണ് മനസ്സിൽ, അത് കാണുമ്പോൾ നമ്മുടെ ആരതിയെപ്പോലുണ്ടല്ലോ, കൂടെയുള്ള പയ്യൻ ആരാണ്? അന്ന് ഫോണിൽ സംസാരിച്ച പയ്യനായിരിക്കുമോ? ഫ്രണ്ട് തന്നെ ആയിരിക്കും. അതായിരിക്കും ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നത്. അവർ നല്ല സന്തോഷത്തോടെ അടുത്തിടപഴകുകയാണ്. അതൊക്കെ കണ്ട് എങ്ങനെയാണെന്നും അറിയാതെ നിൽക്കുകയാണ് ചന്ദ്രിക. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.